ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഞങ്ങളുടെ ഐലൻഡ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു 4 മണിയാകുമ്പോൾ ഹാർബറിൽ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ നമ്മളും കൂടി പോകണമെന്ന്. അങ്ങനെ 4 മണിയായപ്പോൾ നമ്മൾ അവിടെ എത്തി കേട്ടോ. ഞങ്ങളുടെ ഐലൻഡ് ഡെക്കറേറ്റ് ചെയ്ത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ കാത്തിരിക്കുകയാണ് പ്രസിഡന്റ് വരാൻ വേണ്ടിയിട്ട്. മുൻപ് ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ട് മുന്നൊരു പ്രസിഡന്റ് ഇതുപോലെ ഐലൻഡ് വന്നപ്പോൾ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പുതിയ പ്രസിഡന്റിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രസിഡന്റിനെ കാണുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന റെമിറ്റൻസ് ഇഷ്യൂനെ കുറിച്ച് പറയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് പറയാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഇത് കണ്ടോ നിങ്ങൾ, ഈ ഐലൻഡ് വളരെ നീറ്റാണ്. ഈ ഒരു ഐലൻഡ് ഇവിടെ കൗൺസിലിൽ ഐലൻഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് പ്രത്യേകം സ്റ്റാഫുകളുണ്ടാവും. അവരാണ് കേട്ടോ ഐലൻഡ് ക്ലീൻ ചെയ്ത് ഇത്രയും വൃത്തിയിൽ സൂക്ഷിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടു പ്രസിഡന്റ് ഞങ്ങളുടെ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയൊരു ജനാവലി തന്നെ ഹാർബറിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആരെയും നിരാശരാകാതെ തന്നെ കാത്തുനിന്ന വലിയൊരു ജനാവലിയോട് സംസാരിച്ചും കാര്യങ്ങൾ തിരക്കിയുമാണ് കേട്ടോ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ശരിക്കും എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരുന്നു. ജനങ്ങൾക്കിടയിലോട്ട് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ സേവിക്കുന്ന ഒരു ജനപ്രതിനിധിയെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും അടുത്ത് കാണുന്നത്. അങ്ങനെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. ഇപ്പോൾ ഹാർബറിൽ ആരും തന്നെ ഇല്ല, നമ്മൾ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആ കാണുന്ന അതിനെന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫെറിയാണോ ലോഞ്ചാണോ എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. അതിലാണ് കേട്ടോ പ്രസിഡന്റ് വന്നിട്ടുള്ളത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. ഇരിക്കുന്നത് ഒരു മയിലാണ് കേട്ടോ. ശരിക്കും ഇവിടെ മയിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ അപ്പോൾ ആലോചിച്ചത്. പിന്നെയാണ് മനസ്സിലാക്കിയത് ഈ വീട്ടിൽ ഒരുപാട് പക്ഷികളെ അവർ വളർത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇവർ മയിലിനെയും കൂടി വളർത്തുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ പറന്ന് അപ്പുറത്തെ കെട്ടിടത്തിൽ പോയിരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം നാട്ടിലാകുമ്പോൾ സ്ഥിരമായിട്ട് വീട്ടിൽ രാവിലെ എപ്പോഴും മയിലുകൾ ഇഷ്ടംപോലെ കൂട്ടത്തോടെ വരുമായിരുന്നു. ആ ഒരു മൊമെൻ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ആലോചിച്ചത്. അപ്പോൾ അത്രയുള്ള അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീഡിയ സൈനിങ് ഓഫ്.